ദേവര പാർട്ട് 1 ഡയറക്റ്റഡ് ബൈ കൊരട്ടാല ശിവ. പിന്നെ ടീം മ്യൂസിക് അനിരുദ്ധ് രവിചന്ദർ, സിനിമാറ്റോഗ്രഫി രത്നവേലു, എന്തിൻ്റെയൊക്കെ സിനിമാറ്റോഗ്രഫി ചെയ്ത ആളാണ്. എഡിറ്റ് ശ്രീകർ പ്രസാദ്, ആർട്ട് സാബു സിറിൽ. സാബു ഇത്രയും പേര് ചേർന്ന് പണിയെടുത്ത ഒരു സിനിമ ഒരു അളിഞ്ഞ ഒരു അറുപ്രാഞ്ചൻ ഒരു സ്ക്രിപ്റ്റിലായി പോയി എന്ന് തുടക്കത്തിൽ പറയേണ്ടി വരും. ഡബ്ബിങ് മലയാളമാണ് കണ്ടത് കേട്ടോ. ഇത്രയും ഒരു പട്ടിക്കൂറ ഡബ്ബിങ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലടേ. ഒപ്പൊപ്പൊപ്പൊപ്പോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതുണ്ട്, എൻ്റെ വീരൻ്റെ ഉള്ളിൽ അതുണ്ട്. എൻ്റെ പൊന്നോ എടാ, ഇത് മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് മലയാളത്തിൽ പറഞ്ഞാണ് തോന്നി. എന്തോന്നു. ശരി, പടം തുടങ്ങി. ആദ്യം ബിൽഡപ്പാണ്. സ്ഥലത്തിലേക്കും അവിടുത്തെ ആൾക്കാരിലേക്കും ഒക്കെ എത്തിപ്പെടാനുള്ള ഒരു സമയം. അത് നല്ല രസമായിരുന്നു. നല്ല ബിൽഡപ്പ് കൊടുത്ത് നമ്മളിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ദേവരയുടെ ഇൻട്രോ വരുന്നത്. തനി സുറയിലിങ്ങനെ ഡോൾഫിൻ്റെ കളക്ക് പൊങ്ങളില്ലേ. ഞാനത് ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഡോൾഫിൻ്റെ പുറത്തുമല്ല ചാടി പറഞ്ഞായിരിക്കും. അല്ല ചാടയുടെ അത്രയും നേരം കൊണ്ടുവന്ന ബിൽഡപ്പ് ആ ബലൂൺ കുത്തിപ്പൊട്ടിച്ച വലയ്ക്ക് താഴെ വന്നു. ഈ കാണുമ്പോൾ ഒരു സ്വാഗ് ഫീൽ ചെയ്യേണ്ടേ. ഇത് മറ്റേ ക്രിസ്ത്യൻ പ്രദേശിലെ തകിട കണക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കണം. പൊങ്ങി നിന്നിട്ട് നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുക്കേണ്ട സമയമാണ് കേട്ടോ, ഞാൻ കുറച്ച് നേരം നിന്നേരാം, എടുത്തോ പടം എടുത്തോ, എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടോ. ആ ഒരു സെറ്റപ്പിലാണ് ഇൻട്രോ. പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ കുറേ നേരം എങ്ങനെയൊക്കെ പോയി. ഞാൻ അപ്പോൾ വിചാരിച്ച ഇത് കോമഡി ആയിട്ട് കാണാം എന്നുള്ള സെറ്റപ്പ് ചെയ്തിട്ട് നോക്കിയപ്പോൾ കുറേ നല്ല സീനുകൾ പറഞ്ഞു കേട്ടോ. ഫൈറ്റ് സീനൊക്കെ നന്നായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അവിടെ അനിരുദ്ധ് പടപ്പിച്ച സ്കോർ അതൊക്കെ കാണുമ്പോൾ തിയേറ്റർ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു കാണാൻ. ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇത് കടലിൻ്റെ സംഭവം, കടലെന്ന് പറയുന്ന സാധനം ഈ കടലിൽ വരെ കോമഡി പീസാക്കി എനിക്ക് തോന്നുന്നു. കടലൊക്കെ ഇടയ്ക്ക് ഈ തിരമാലയായിട്ട് വന്ന് എവന്മാർ തള്ളെ കുളിച്ചിട്ട് പോകണേ. അത്രയും ഒരു സ്വിമ്മിംഗ് പൂൾ കണക്കിടെ കടലിനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അവിടുത്തെ VFX അതൊക്കെ ഒന്നും കൊള്ളൂല. ആർട്ട് സെറ്റ് ഇട്ടിങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോ മെറ്റീരിയൽസ് സാധനം ഇതെല്ലാം കൃത്രിമമാണെന്നുള്ള ഫീല് നമുക്ക് വരുന്നുണ്ട്. ആ സാബു സിറിലെണ്ണ അങ്ങനെ പോയി പാട്ട് ഡാൻസ് ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം കാണുന്ന ഒരു മൈൻഡിൽ കണ്ടുകൊണ്ടിരിക്കുക. രസമായിട്ട് അങ്ങനെ പോയി. ഇടയ്ക്ക് കുറേ ക്രിഞ്ച് സാധനങ്ങൾ വരുന്നുണ്ട്. ഒരു വെറൈറ്റി ആത്മഹത്യ ഇതിനകത്തുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ദാരിദ്ര്യം കാരണം കല്യാണം നടക്കാത്തത് വന്നിട്ടുണ്ട്. ആത്മഹത്യകൾ നമുക്ക് ഒരു റീസണുണ്ട്. അതുപോലെ വേറെ പ്രേമം ഉണ്ടായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാത്ത റീസണുണ്ട്. ഇത് പ്രത്യേക ഒരു വെറൈറ്റി റീസണാണ്. എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ചേട്ടൻ കഷ്ടപ്പെടുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസം ആവട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് വെറുതെ ഒന്ന് ആത്മഹത്യ ചെയ്തേക്കാൻ വിചാരിച്ചുള്ള ഒരു ആത്മഹത്യ. അങ്ങനെ കുറേ പരിപാടികൾ ക്രിഞ്ച് സാധനങ്ങളുണ്ട്. എന്നിരുന്നാലും കുറേ നല്ല സീനുകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇമ്പാക്റ്റുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു ഫ്ലോയിൽ നമുക്ക് ലാഗൊന്നും അടിക്കാതെ ഇത് രസത്തിൽ ഇങ്ങനെ കണ്ട് ഫസ്റ്റ് ഹാഫ് അങ്ങ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം ഓക്കെ, കുഴപ്പമില്ല. ഒരു ടിപ്പിക്കൽ തെലുങ്ക് മസാല പടത്തിൽ ലോജിക്കൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, സെറ്റാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി. ദേവരയുടെ ആട്ടം കഴിഞ്ഞു. പിന്നെ വരയുടെ ആട്ടമാണ്. കൂട്ടത്തിൽ നമ്മുടെ ജാൻവി കപൂർ വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, കുറച്ചേ ഉള്ളൂ ഇവിടെ. എന്തൊരു വെറുപ്പിക്കലാണ്. ലോകത്തുള്ള എല്ലാ സിനിമകളും മാർക്ക് യവന്മാർക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പൊന്നോ. ഞാൻ ആ സമയം എനിക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ വെളിയിൽ പോയി കുറച്ച് നേരം. പാട്ടിൻ്റെയൊക്കെ ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ. ഇത് മലയാളം ഡബിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇതൊരു കാമപ്രാന്ത് അങ്ങനെ എന്തൊക്കെയുണ്ട് ആ മറ്റേ പാട്ടില്ലേ കൊത്താമല്ലി അതിനകത്ത്. പിന്നെ വേറെ ആത്മഹത്യക്ക് വേറെ കുറേ വെറൈറ്റി കാരണങ്ങളുണ്ട് കേട്ടോ. നാട് നന്നാവാൻ വേണ്ടി ആത്മഹത്യ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് ഇതിൻ്റെ കഥ കൂടുതലായിട്ടൊന്നും ഞാൻ പറയില്ല. നല്ല വെറൈറ്റി കഥയാണ് എന്തായാലും. പിന്നെ അങ്ങോട്ട് ഇത് കോമഡി ആയിട്ട് പോലും കാണാൻ പറ്റില്ല. ഒന്നാണ് കഴിച്ച് ഓടാനൊന്നുമല്ല, ഒന്നുമില്ല. ചുമ്മാ ബോളിനെ മടുപ്പിച്ച് ഇതിങ്ങനെ ഇരിക്കുന്നു. ക്ലൈമാക്സിൽ വരുന്ന സാധനങ്ങൾ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ ഈ ഞാററുത്ത് നെല്ല് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് പിന്നെ വെള്ളത്തിന് പ്രത്യേകിച്ച് മീനൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഈ മറ്റേ സ്രാവ് മാത്രമുള്ള ഒരു കടൽ, പ്രത്യേക തരം കടലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെയ്ഫ് അലി ഖാൻ ഉണ്ട്, ഒന്നുമില്ലാത്തൊരു വില്ല. സെയ്ഫ് അലി ഖാൻ 2 ഗെറ്റപ്പിലാണ് പറഞ്ഞത്. ഒന്ന് നമ്മുടെ ഇത്തിക്കര പക്കിയിലെ ലാലേട്ടൻ്റെ ഇതിലേക്ക് വായങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഗെറ്റപ്പ്. പിന്നെ വേറെ ഒന്ന് കൊത്തരാജു, കറക്റ്റ് കൊത്തരാജുവിൻ്റെ പഴയ മുടിയെ കൊളത്തിയ ആ ഒരു സാധനം. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം ആ സാധനം. ജാൻവി കപൂർ നമ്മൾ കുറച്ചേ ഉള്ളൂ. ആവശ്യത്തിന് ഒരു സിനിമയിൽ തെലുങ്ക് സിനിമയ്ക്ക് നായികയ്ക്ക് എന്താണ് ഒരു മസാല പടത്തിൻ്റെ ആവശ്യം, അത് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. പ്രകാശ് രാജാണ് ഇതിലെ പുലിമുരുകലിലെ മൂപ്പൈ, ആ ഒരു റോള്. പിന്നെ ശ്രീകാന്ത് ഉണ്ട് നമ്മുടെ ഈ പടത്തിലെ വാരിസിലെ ഇറച്ചി ചാട്ട. ഇതിലൊരു ഇറച്ചി കഥാപാത്രമുണ്ട്. മലയാളത്തിൽ ഇത് കുറച്ച് പേരുണ്ട് കേട്ടോ. ഷൈം ടോം ചാക്കോ, പിന്നെ സുദേവ് നായർ, അതൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ കലയരസനുണ്ട്. അതുപോലെ എല്ലാവരും ഒരേപോലത്തെ ഒരേ മീറ്ററിൽ പിടിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണ്. പിന്നെ നരേൻ കസ്റ്റംസ് ഓഫീസറാണ്. അത് വേറൊരു കോമഡി പീസ്. ഇത്രയും ബുദ്ധി വൈദഗ്ധ്യങ്ങളുള്ള ഒരു കസ്റ്റംസ്. ഫസ്റ്റ് ഹാഫ് ഇൻട്രോ കഴിഞ്ഞിട്ട് ഇവരുടെ കുറച്ച് കോട്ടക് സ്പീഡാർ കളിയുണ്ട്, ഒളിച്ച് കളി, സാറ്റ് കളി. പിന്നെ മുരളി ശർമ്മ എല്ലാ സിനിമയിലുള്ള ഒരു കഥാപാത്രം അവിടെ നിന്ന് വേറെ സിനിമയിൽ ഒന്ന് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. ശ്രീനു, ശ്രുതി മറാഠി, അതാണ് നായിക. കാര്യമായിട്ടൊന്നും ചെയ്യില്ല. പിന്നെ മാത്യു വർഗീസ് ഒരു റോളിലുണ്ട്. പിന്നെ അഭിമന്യു സിംഗ്
തലൈവല ഭീമ അങ്ങേര് ഇങ്ങനെ കുറേ പേരുണ്ട്. ഒന്നും ഒരു വില്ലത്തരോ ഒന്നുമില്ല, വെറുതെ ഒരു ഒരു എന്ത് പറയാൻ, ഒരു ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു തെലുങ്ക് പടം എന്നുള്ള രീതിയിൽ കുറേ നല്ല സീനുകളുണ്ടായിരുന്നു. തിയേറ്ററിൽ ഈ അനിരുദ്ധിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഫൈറ്റും ഇതൊക്കെ കണ്ട് കുറച്ച് ക്രിഞ്ച് പരിപാടികളുണ്ടെങ്കിലും ഓക്കെ ആയിരുന്നു. നമുക്ക് തിയേറ്ററിൽ വർത്തായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കൊണ്ട് ഒരു പുണ്ണാക്കില്ലാത്ത ഒരു പടം. അവിടെ കുറേ നേരം ചിരിക്കാനെങ്കിലും നമുക്ക് ഈ സീരിയസ് ഐറ്റം ഒരു കാണിക്കുന്നത് കണ്ട് ചിരിക്കാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയില്ല, അത് അങ്ങനെയും ഇല്ല. അങ്ങനെ കുറേ നേരം പോയിട്ട് പിന്നെ അവസാനമാണ് ഈ പറഞ്ഞ സാധനം വരുന്നത്. അവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. അവസാനം കുറേ ചിരിക്കാനുള്ള മൊമെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ടുള്ള ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏവര പിന്നെയും ഓക്കെ ആയിരുന്നു കേട്ടോ. ഈ വര വന്നതിന് ശേഷം വരയ്ക്ക് ഒട്ടും ഈ ക്യാരക്ടർ പറ്റല്ല വരയും സൈഫ് അലി ഖാനും ഒക്കെ നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയും ഒരു ആജാനും ബഹു നിൽക്കും പോലെ നമുക്ക് ബോഡി ഷെയ്മിംഗ് എന്ന് പറയും. എന്നാലും അങ്ങനെയല്ല, ആ ഒരു സാധനം ഫീൽ ചെയ്യണ്ടേ, ഒരു നായകൻ വില്ലൻ അങ്ങനെ ഒന്നും തോന്നല്ല. അതൊക്കെയാണ് ഈ പടത്തിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുപോലെ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസ് ആക്ഷൻ പടം കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കെ. ഒരാളെ കുറിച്ച് പറയാതെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ പറ്റൂല. ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് ഒരു അമ്മച്ചി കഥാപാത്രമുണ്ട്. ആ അമ്മച്ചിയെ കാണുമ്പോൾ എനിക്ക് ആ ശാന്തി വളകേശാണെന്ന് പറഞ്ഞാണ് ഓർമ്മ പറഞ്ഞത്. ഈ കിളവിളെയൊക്കെ ദൈവം നേരത്തെ വിളിക്കാത്തത് നമ്മൾ. എന്തരാ വരട്ടെ.